ഹലോ ഗൈസ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത് ഗൈസ്. ഞാൻ വർക്ക് കഴിഞ്ഞൊരു വീടാണിത്. അപ്പോൾ നിൽക്കുന്നത് വാണിയമ്പലത്തുള്ളൊരു സൈറ്റിലാണ്. വർക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ ഏകദേശം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വയർ വലിച്ച് സെറ്റ് ചെയ്തിട്ടതാണ്. പ്ലംബിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ്. വന്നപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു DBയിലിട്ട വയർ, 4 സ്ക്വയറിൻ്റെ വയർ കറക്റ്റായിട്ട് ഒക്കത്തൊന്നും മുറിച്ചെടുത്തിരിക്കുക. ഇവർക്കിത് ഇതുണ്ടോ, 4 സ്ക്വയറിൻ്റെ വയർ ഇട്ടതാണ്, മെയിൻ ടു മീറ്റർ ഇട്ട വയറുകളാണ്. ഇതിന് ഫുള്ള് ഇവിടുന്ന് കട്ട് ചെയ്തു. അതേപോലെ ഇതിൻ്റെ ഇടയിലുണ്ട്, ഇതാണ് ഇടയിൽ നിന്ന് ഓരോന്ന് ഇടയിൽ നിന്ന് കട്ട് ചെയ്തു. ഇത് ഫുള്ളായിട്ട് 4 നിന്നും ഫുള്ള് കട്ട് ചെയ്തു. അതേപോലെ വേറെ കാണിച്ചു കേട്ടോ. എന്തിൻ്റെ ആവശ്യത്തിന് ഞാൻ മീറ്ററിലേക്ക് ഇട്ടതാണ്. ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള അവസ്ഥ ആലോചിച്ചോ ഗൈസ്, എന്തിൻ്റെ ആവശ്യത്തിന്. അതേപോലെ മുകളിൽ DBയിൽ ഞാൻ വയറിട്ടേ, ഞാൻ മുകളിലത്തെ DB കാണിച്ചു ഗൈസ്. ഇവർക്കിത് കട്ട് ചെയ്തിട്ട് എന്താ കിട്ടാൻ പോകുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് ഈ വയറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് കിട്ടാൻ പോകും? ഒന്നും കിട്ടില്ല അതിൻ്റെ ഉള്ളൊന്നും. 1 മീറ്റർ അധികം ഇട്ട വയറുകളാണ് DB ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. 1 മീറ്റർ അധികം ഇട്ട വയറുകളാണ്. മൂന്നത്തെ DB ഇത് ഫുൾ കട്ട് ചെയ്തിട്ടാ. പക്ഷെ ചേർത്തി കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇവിടെ നിന്ന് ഇട്ടത് മാർക്ക് ചെയ്തത് മൊത്തം കട്ട് ചെയ്തെടുത്തവർ. ഇത് മൊത്തത്തിൽ പിടിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലിപ്പോൾ ഏതാ വയറെന്ന് തന്നെ ഒരു പിടുത്തില്ല. ഏതൊക്കെ റൂമിലേക്ക് ഇട്ടതാണ് ഒക്കെ മാർക്ക് ചെയ്തിട്ടാണ്. അതേപോലെ ഈ റൂമിൽ നിന്നും ഇതിന്ന് പിന്നെ കണ്ടോ, ഇതൊക്കെ കുറച്ച് ഇട്ട വയറുകളാണ്. ഇതൊക്കെ ഞാൻ ഇതിനുള്ളിൽ ടാപ്പ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ച വയറുകളാണ്. അതുപോലെ ആ റൂമത്തെ ഇതുണ്ടോ, നോക്ക്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഈ വയറൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാൻ പോകില്ല. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വീട് കയറ്റി സെറ്റാക്കി ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണം. 16-ാം തീയതി 17-ാം തീയതി വീട് ഇരിക്കുന്ന ഡേറ്റാണ്. ഈ 17-ാം തീയതി വീട് ഇരിക്കാൻ വരുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നാളെ മറ്റന്നാലും ഇവിടെ സ്വിച്ച് ബോർഡ് കയറ്റണം കൊണ്ട് നിൽക്കുന്നവര് സ്വിച്ച് ബോർഡ് സാധനങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് അവസ്ഥയാണ് കഴിച്ച അവസ്ഥ. പിന്നെ അതേപോലെ ഞാൻ അവിടെ സൺസൈഡിൽ താഴത്തെ സൺസൈഡിൽ ബാലൻസ് വയർ വന്ന് അതിന് മുകളിൽ വെച്ചു അതടക്കം നോക്കിയിട്ട് പോയിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നമ്മുടെയൊക്കെ അവസ്ഥ പ്രാക്ക് അത്രത്തോളം ഉണ്ടാവും. ഈ കൊണ്ടുപോകുന്നവരടുത്ത് പറയണം, അത്രത്തോളം പ്രാക്ക് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ. ഒരാളോട് ചർച്ച ചെയ്തിട്ട് ഒരാളോട് ഇത്രയ്ക്ക് ചർച്ച ചെയ്യരുത്. മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞാൽ അത്രയും മോശമാണ് നമുക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ അത്രയ്ക്ക് ഉണ്ടാവും. പിന്നെയൊക്കെ സങ്കടങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ട് വീട് കയറ്റി ഇത്രയും പണിയെടുത്ത് ഈ ലെവൽ വരെ എത്തിക്കണേ എത്രങ്ങാനും രൂപ വേണം പറഞ്ഞിട്ടാ. അത്രയും അവസ്ഥയാണ് ചെയ്യുന്നവരോടുള്ള. ദയവ് ഇത് ആരോടും ഇങ്ങനെ ഒരു ചതി ചെയ്യാത്ത ഒരാള്. മോശം പറഞ്ഞ മോശം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്, ഞാൻ ഇത്രയും വർഷമായി വർക്കിന് ഇറങ്ങിയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ അനുഭവമാണ് ഈ വയർ കട്ട് ചെയ്തതിനുള്ള അനുഭവം. അവസ്ഥയാണ് കഴിച്ച അവസ്ഥ. ഇങ്ങനെ ഒരു ചെറ്റത്തരം ഭ്രാന്ത് വരും. സത്യം പറഞ്ഞാൽ അത്ര സങ്കടമായി. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ നടന്നിട്ടില്ല. ആദ്യത്തെ സംഭവമാണ് ഇങ്ങനെ. ഇത്രയും വർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ എഞ്ചിനീയറിനോട് കൂടിയതിന് ശേഷം കുറേ വർക്കുകൾ ചെയ്തു. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അത്രയ്ക്ക് ഇതാവുണ്ട് വയസ്സ്. ഞാൻ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൾ വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. എല്ലാ വയറും കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നു. അവസ്ഥ അല്ലാണ്ടിരിക്കും. ഇന്നിപ്പോൾ പണി തുടങ്ങാൻ വേണ്ടി വന്ന വീടാണ് ഇപ്പോൾ ഇത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അലക്കി ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുക ഇവിടെ. എല്ലാത്തിനും കട്ട് ചെയ്തിരിക്കുന്നു. ന്യൂട്രൽ വയറൊന്നും കാണാനേ ഇല്ല. റൂമുകളിൽ കിട്ടാൻ ന്യൂട്രും ഒന്നുമില്ല. മൊത്തം കട്ട് ചെയ്തെടുത്തിരിക്കുക. ഇതൊക്കെ ചെയ്യണ ഒരു ചെറ്റത്തരം. സത്യം പറഞ്ഞത് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ചെറ്റത്തരമാണ്. ഇന്ന് വരെ എൻ്റെ ലൈഫ്. ഇനി ഈ വയറൊക്കെ തിരുട്ടം വലിച്ച് ഏതൊക്കെ റൂമിൽ നിന്നാണെന്ന് ചെക്ക് ചെയ്ത് അഡീഷണൽ ഇതൊന്നും ജോയിൻ്റ് അടിക്കാൻ പറ്റാത്ത വയറുകളാണ്. കറക്റ്റ് സ്വിച്ച് ബോർഡിൽ നിന്ന് DBയിലോട്ട് വരുന്ന വയറുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇടയിൽ വെച്ച് ജോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ജോയിൻ്റ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും അത്രയും നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന വർക്കുകൾ ഇങ്ങനെയുള്ള ഓരോ പണി തരുമ്പോൾ ഈ വീട്ടുകാർക്കും അതിൻ്റെ ഒരു ഇത് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ റിട്ടേൺ വലിച്ച് എത്താണ്ടുള്ള ലെവലാവും. ഈ 4 സ്ക്വയറിൻ്റെ വയറിനൊക്കെ നല്ല വിലയുള്ള വയറാണ്. ഈ വയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോകുമ്പോഴുള്ള അവസ്ഥ. ഇതൊക്കെ ഒന്ന് ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളും ഇതൊന്നും ചെയ്യില്ല കേട്ടോ. ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളും ഇതൊന്നും ചെയ്യില്ല. മോശം പറഞ്ഞാൽ അത്രയും ചെറ്റത്തരാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ ഈ ചെയ്യുന്ന ആൾക്കാരിനെ കൊണ്ടുള്ള ഒരു അവസ്ഥ. ഇതാരോ വേണം വെച്ചിട്ടുള്ള അടിച്ചതല്ല. എന്താ വെച്ചാൽ ഇവർക്ക് ഇത് ഇവരോടുള്ള ശത്രുത കൊണ്ട് ചെയ്താണെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇതൊന്നും ഇവർക്ക് ഈ 1 മീറ്റർ കൊണ്ടുപോയിട്ട് എന്താ കിട്ടണത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 1 മീറ്റർ വയറ് കൊണ്ടുപോയിട്ട് എല്ലാത്തിനും ഓരോരോ മീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ഞങ്ങൾ പോയതിനു ശേഷം ടൈൽ പണിക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ പറയുന്നത്. പക്ഷെ അവർക്ക് ഈ 1 മീറ്റർ കൊണ്ടിട്ട് ഒന്നും എത്തില്ല. അപ്പോൾ അവരല്ല സംഭവം. ഇവർ വാണം വെച്ചിട്ട് ആരോ ഇവർക്ക് പണി കൊടുത്തിരിക്കുകയാണ്, 8ൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ഈ വീട്ടുകാർക്ക്. എന്താ വെച്ചാൽ ഞാൻ ചാക്കിൽ കെട്ടി സേഫായി ഭദ്രമായിട്ട് സൺസൈഡിൻ്റെ മുകളിലേക്ക് ആ കൂട്ടിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച വയറ് അടക്കം എടുത്തിട്ട് ബോക്സ് മാത്രം അവിടെ വെച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തലായി. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇതായിപ്പോൾ ഇവിടെ വന്നിട്ട് ലൈഫിൽ ആദ്യത്തെ സംഭവം കേട്ടോ. വാണിയംകുളത്താണ് ഈ സംഭവം. എന്താ ചെയ്യേണ്ടതൊരു പിടുത്തമില്ല. ഞാൻ ആളെ വിളിച്ചിട്ട് ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവം ഇലക്ട്രീഷ്യന്മാരാണ് പറഞ്ഞത്. ഇവിടെ 2 പയ്യന്മാർ വന്നു പോയിന്ന് അപ്പുറത്തെ വീടത് ചേച്ചി പറഞ്ഞു. 2 പയ്യന്മാർ ബൈക്കിൽ വന്ന് ഇലക്ട്രീഷ്യന്മാരാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടൈൽ പണിക്കാരോട് ചോദിച്ചപ്പോഴും ഇലക്ട്രീഷ്യന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ടൈൽ പണിക്കാർക്ക് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ പോയിന്റ് ശേഷമാണ് ടൈൽ പണിക്കാരോട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇലക്ട്രീഷ്യന്മാരാണ് പറഞ്ഞിട്ട് 2 പയ്യന്മാർ വന്നു. അവരിവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരും ശ്രദ്ധിച്ചിട്ടില്ല. അവർ ഈ അടുക്കള ഭാഗത്ത് പണിയെടുക്കുന്നതുകൊണ്ട് അവരും ശ്രദ്ധിക്കാൻ നിന്നിട്ടില്ല. ഈ കട്ട് ചെയ്യണമെന്ന് അവരും കണ്ടിട്ടില്ല. അപ്പോൾ മിക്കവാറും ഇത് അവർ തന്നെയാണെന്നാണ് ഭയങ്കര സംശയം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ഈ വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടത് വേറെ ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഈ വർക്ക്. ഇപ്പോൾ എഞ്ചിനീയറിൻ്റെ വർക്ക് മൊത്തം ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ ദേഷ്യത്തിൻ്റെ ഇതിൽ ചെയ്തതാണെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഇതൊരു കള്ളനല്ല, മോഷ്ടിക്കാൻ വന്നല്ല. മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾ ഫുള്ളായിട്ട് അടിച്ചിട്ട് പോകും. അവിടെ ടാപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഈ വയർ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ചെയ്തവരാണ് ഇത്. എന്തായാലും ദയവ് ചെയ്ത് ആർക്കും ഇങ്ങനെ ഒരു പണി കൊടുക്കരുത്. ഒരു ഇലക്ട്രീഷ്യന്മാർക്കിൻ്റെ കഷ്ടപ്പാട് ഒരു ഇലക്ട്രീഷ്യനെ അറിയുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ എത്തിക്കണമെന്ന് ഒരു ഇലക്ട്രീഷ്യനെ മാത്രമേ അറിയുള്ളൂ. അത്രയും റിസ്ക് എടുത്ത് പണി പഠിച്ച് ഒരു വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ റിസ്ക്, അതിൻ്റേതായ റിസ്ക്, എല്ലാ വർക്കിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു വെൽഡിങ് ആയാലും വേറെ എന്ത് പണിയാലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് പണി കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരാൾക്കും പണി കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്തിക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് ഈ പണി കൊളാക്കാൻ വേണ്ടി സംഭവം പണി കൊളാക്കാൻ വേണ്ടി ചെയ്തിക്കണേ. വയറൊന്നും തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഈ വയറ് കൊണ്ടുപോയിട്ട് ആൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇന്ന്. പിന്നെ കിട്ടാൻ പോകുന്നത് പറഞ്ഞാൽ ബോക്സിലല്ലാതെ കുറച്ച് വയറ് മിസ്സിങ് ആയിട്ടുണ്ട്. മുകളിൽ വെച്ച ബോക്സിലുള്ള കുറച്ച് വയറ് മിസ്സിങ് ആയിട്ടുണ്ട്. 4 സ്ക്വയറിൻ്റെയും 2.5ൻ്റെ കുറച്ച് വയറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, ബോക്സും വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിസ്സിങ് ആണ്, അത് കാണാനില്ല. അത് മാത്രം മെയിനായിട്ട് ഇവിടെ പോയിട്ടുള്ളൂ, വേറെ ഒന്നും പോയിട്ടില്ല. ഇത് അവർ വേണം വെച്ചിട്ട് അടിച്ചിക്കാണ്, അല്ലാണ്ട് പുറമേ നിന്ന് ഒരാൾ വന്നിട്ടല്ല ഇത് അടിച്ചിക്കണത്. ദയവ് ചെയ്ത് ആരും ഇങ്ങനെ ഒരു ഇത് ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ അപേക്ഷയാണ്.